السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് സഹൽ ഇബ്നു സഅദിൻ സാഇദി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ഇബ്നു മാജ റഹ്മഹുല്ലാ തങ്ങളും അല്ലാത്തവരും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. جاء رجل إلى النبي صلى الله عليه وسلم فقال دلني على عمل إذا عملته أحبني الله وأحبني الناس إلى آخر الحديث. ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു സഅദിൻ സാഇദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദുല്ലനി, എനിക്ക് അറിയിച്ചു തരണം, അല അമലിൻ, ഒരു കർമ്മം, ഇദാ അമിൽതുഹു, ആ കർമ്മം ഞാൻ അനുഷ്ഠിച്ചാൽ, അഹബ്ബനില്ലാഹ്, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും, വഹബ്ബനിന്നാസ്, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും. അപ്പം അള്ളാഹുവിനും ഇഷ്ടം, ജനങ്ങൾക്കും ഇഷ്ടം, അത് രണ്ടും നേടിയെടുക്കാൻ പറ്റാവുന്ന ഒരു കർമ്മം, ഒരു പ്രവൃത്തി എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് അറിയിച്ചു തരണം. ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്കനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ജനങ്ങളുടെ ഇഷ്ടം പലതും ഒഴിവാക്കേണ്ടി വരും. പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കെതിരിൽ സംസാരിക്കേണ്ടി വരും, അതിനെ അനുകൂലിക്കാതിരിക്കേണ്ടി വരും. സ്വന്തം കുടുംബത്തിൽ വരെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ അനുസരിക്കാതിരിക്കേണ്ടി വരും, സമ്മതം കൊടുക്കാതിരിക്കേണ്ടി വരും. പരസ്പരം പലപ്പോഴും ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കുമ്പോൾ. എന്നാൽ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം നീങ്ങിയാലോ അത് അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കാനും പറ്റാത്ത സാഹചര്യം. ഇതാണല്ലോ പലപ്പോഴും ഉള്ളത്. ഈ ചോദ്യത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം വേണം, ജനങ്ങളുടെ ഇഷ്ടം വേണം, ഇത് രണ്ടിനും പറ്റിയ ഒരു പണി. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയ, ഐഹിക ലോകത്തിൻ്റെ കാര്യത്തിൽ നീ സാഹിദായിക്കോ, നിനക്ക് സുഹദ് ഉണ്ടാവണം. യുഹിബ്ബുക അല്ലാഹ്, എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസി, ജനങ്ങളുടെ അടുക്കലുള്ളതിൽ നീ സാഹിദായിക്കോ, നിനക്ക് സുഹദ് ഉണ്ടായിക്കോ. യുഹിബ്ബുക അന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താണ് ആ ഒരു കർമ്മം? ഈ ഐഹിക ലോകത്തിൻ്റെ കാര്യത്തിൽ നിനക്ക് സുഹദ് വേണം. പിന്നെ ജനങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത്, അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ, സാധനങ്ങൾ, വസ്തുക്കൾ, ഇതിൻ്റെ കാര്യത്തിലും നിനക്ക് സുഹദ് വേണം. എന്താണ് സുഹദ് എന്ന് പറഞ്ഞാൽ? സാധാരണ പലരും പ്രപഞ്ചത്യാഗം എന്നൊക്കെ, ത്യജിക്കുക, ഈ ലോകത്തിനെ അടുത്ത് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ വസ്ഹദ് വദാ ഫഖ്ദുൻ അലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖ്ദുല്ലഹു തകു അഖല. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി തങ്ങൾ നമുക്ക് സുഹദ് എന്താണെന്ന് പഠിപ്പിച്ചു നിർത്തും. നിൻ്റെ ഹൃദയത്തിൻ്റെ ബന്ധം, സമ്പത്തിനോടുള്ള നിൻ്റെ ഹൃദയത്തിൻ്റെ ബന്ധം ഒഴിവാക്കുക. ലാ ഫഖ്ദുല്ലഹു, ആ സമ്പത്തിൻ്റെ ഇല്ലാതാക്കലല്ല. അപ്പോഴാണ് ശരിക്കും ബുദ്ധിയുള്ളവനും ബോധമുള്ളവനും ആവണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ സഹോദരന്മാരെ, സഹോദരിമാരെ, ദുനിയാൻ്റെ ഈ ഐഹിക ലോകത്തിൻ്റെ കാര്യത്തിൽ സുഹദ് വേണം. ഈ ലോകത്തെ നാം അനുഭവിക്കുന്നതും ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, വസ്തുക്കൾ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നതും സമ്പാദിക്കുന്നതുമൊക്കെ സുഹദോടുകൂടെയാവണം. സുഹദ് ഉണ്ടാവുമ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെങ്കിലുമൊക്കെ അനുഭവിച്ച്, അഭിരമിച്ച്, ആനന്ദിച്ച്, സന്തോഷിച്ച്, ആറാടി ജീവിക്കണം എന്നൊരു ചിന്ത ഉണ്ടാവില്ല. അത് കിട്ടുമ്പോൾ വലിയൊരു സന്തോഷവും അത് നഷ്ടപ്പെടുമ്പോൾ വല്ലാത്ത ദുഃഖവും. എന്ത് വിഷയത്തിലും സന്തോഷം വേണമെങ്കിൽ ദുനിയാവ് കിട്ടണം. അത് നഷ്ടപ്പെട്ടാൽ ഭയങ്കര പ്രശ്നം, പ്രയാസം. നിസ്കാരം ഒഴിവായ പ്രശ്നമില്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരുന്ന പ്രശ്നമില്ല, ബിസിനസ്സിൽ എന്തെങ്കിലും കോട്ടം വന്നാൽ ഭയങ്കര പ്രശ്നം, ടെൻഷൻ, വസ്ത്രത്തിൽ ആഡംബരത്തിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ, ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ടെൻഷൻ, ആവശ്യമുള്ള വാഹനം കിട്ടിയിട്ടില്ലെങ്കിൽ ടെൻഷൻ. എന്നാൽ അന്നൊരു നിസ്കാരം കളായി ടെൻഷൻ ഉണ്ടോ? ഇല്ല. മറ്റു പല നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരുപാട് ചാൻസുകൾ നഷ്ടപ്പെട്ടു, ടെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സുഹദില്ല.
സുഹൃദ് എന്ന് പറഞ്ഞാൽ ഈ ഐഹിക ലോക സുഖാഡംബരങ്ങളും ഐഹിക ലോകത്തെ സമ്പത്തും മറ്റും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഭയങ്കര ടെൻഷൻ. കാരണം അതിനോടാണ് ഹൃദയബന്ധം, ഹൃദയത്തിന് കൂടുതൽ ബന്ധം അതിനോടാണ്. അപ്പോൾ അത് കിട്ടാതിരിക്കുമ്പോൾ നഷ്ടബോധം, ടെൻഷൻ, പ്രശ്നം, പ്രയാസം, സങ്കടം, അതാണ് വലിയ വിഷയം. ആത്മഹത്യ അതല്ല, അവനവൻ്റെ ബിസിനസ്സുകൾ കൊണ്ടു നടക്കുന്നു, അവൻ്റെ കൃഷിഭൂമികൾ വേണ്ട പോലെ കൃഷി ചെയ്യുന്നു. അതൊക്കെ ബാധ്യതകളാണ്. അള്ളാഹു തന്ന എല്ലാ നിയമത്തും അതിൻ്റെ രീതിയിൽ കൊണ്ടു നടക്കണം. പക്ഷെ അങ്ങനെയൊക്കെ കൊണ്ടുനടക്കുമ്പോഴും അതിൽ നിന്നൊക്കെ സമ്പാദിക്കുമ്പോഴും ആ സമ്പത്തിനോടും ആ സൗകര്യങ്ങളോടുള്ള ബന്ധം എത്രയേ ഉള്ളൂ? അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ചൊക്കെ ഉപയോഗിക്കണം. എൻ്റെ ബിസിനസ് ഞാൻ നടത്തി എനിക്ക് ഹലാല രീതിയിൽ കിട്ടിയാൽ സന്തോഷം, ഹലാലല്ലാത്ത രീതിയിൽ ഒരാളതും എനിക്ക് വേണ്ട. ആ നിലക്കുള്ളൊരു ബന്ധം അത് ഇനി അഥവാ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹുവിൻ്റെ കലാ പ്രകാരം അത് നഷ്ടപ്പെട്ടാലോ യാതൊരു വിഷമവുമില്ല. അത് പോയി, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ആ സാധനം പോയി, ആ ബിസിനസ് നഷ്ടപ്പെട്ടു, പ്രശ്നമില്ല. ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബിസിനസ് നഷ്ടപ്പെടാൻ ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല. അത് വരുത്താൻ പാടില്ല. അവനവൻ്റെ ബിസിനസ്സുകൾ നല്ലപോലെ കൊണ്ടുനടത്തണം. അവനവൻ്റെ കൃഷിയിടങ്ങളൊക്കെ നല്ലതുപോലെ കൃഷി ചെയ്യണം. അതൊക്കെ അള്ളാഹു തന്ന കാര്യങ്ങളൊക്കെ അതുപോലെ കൊണ്ടു നടത്തുക എന്നുള്ള അള്ളാഹു തന്ന കാര്യത്തിന് വില കൽപ്പിക്കലാണ്. അല്ലാതെ അതൊക്കെ നശിപ്പിക്കലല്ല സുഹൃദ്, അതല്ല പ്രപഞ്ചത്യാഗം, അതല്ലെങ്കിൽ അതല്ല ത്യജിക്കൽ. അതേപോലെ ജനങ്ങൾ കയ്യിലുള്ളത് എന്തും കിട്ടണം. ആളുകൾ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും എടുക്കണം. അത് ആത്മീയ മേഖലയിലും വിടില്ല. കുറേ കയ്യുമ്മൽ മോതിരിട്ട്, കുറേ താടി മലർത്തി, കുറേ വേഷഭൂഷാദികളൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ജനങ്ങൾ കാണാൻ വേണ്ടി നടന്ന് അതിനൊക്കെ അർത്ഥം പറ്റിക്കണം, ആൾക്കാരിൽ നിന്ന് കിട്ടണം എന്ന രീതിയിലാവുമ്പോൾ ഒക്കെ പ്രശ്നമാണ്. എല്ലാ മേഖലയിലും ഈ സുഹൃദ് വേണം. എന്നാലോ ഇസ്ലാം അനുവദിച്ച നല്ല വേഷങ്ങൾ, നല്ല ഭാഷകൾ, നല്ല രീതികൾ അതൊക്കെ സ്വീകരിക്കുന്നത് നല്ലതുമാണ്. അതൊക്കെ ചൂഷണങ്ങൾക്കും ജനങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിൽ, അതാണ് ഇപ്പോൾ ഈ ചൂഷണം. ജനങ്ങളുടെ കയ്യിലുള്ളത് ബിസിനസ്സായാലും എന്ത് കള്ളത്തരം കാട്ടിയാലും എന്ത് വഞ്ചന കാണിച്ചാലും അതൊക്കെ കയ്യിലാക്കുക. ആത്മീയ മേഖലയിലാണെങ്കിൽ ആ രീതിയിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടെടുക്കാനുള്ള എന്തൊക്കെ പണിയുണ്ടോ, ദിക്റായാലും സ്വലാത്തായാലും എന്തായാലും ഉദ്ദേശമൊക്കെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പറ്റിക്കുക എന്നുള്ളതാണ്. ഇതിലൊക്കെ സുഹൃദ് വേണം. ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തിനൊക്കെ സുഹൃദുണ്ടോ, ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവും. ഇത് ചിലപ്പോൾ ഒരു ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെ ഊക്കിലൊക്കെ ജനങ്ങൾ കുറേ കായൊക്കെ കണ്ട് കൊടുത്തു കൊടുക്കും ചിലപ്പോൾ. പിന്നീട് ജനങ്ങൾക്ക് പിന്നെ ചിന്തിക്കുമ്പോൾ എന്താ ഇപ്പം ഞാൻ കാട്ടിയെന്നുള്ളത്. എന്നാൽ നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ അത് ചൂഷണമല്ലല്ലോ. അപ്പോൾ എല്ലാ മേഖല ജനങ്ങളുടെ കയ്യിലുള്ളത് ഇങ്ങോട്ടാക്കണം എന്നുള്ള ആ കാര്യത്തിൽ സുഹൃദ് വേണം. ഈ ഐഹിക ലോകത്തിൻ്റെ സുഖാഡംബരങ്ങളുടെയും ഭൗതിക സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും സമ്പത്തിൻ്റെയും കാര്യത്തിൽ സുഹൃദ് വേണം. അതിനോടൊക്കെയുള്ള ബന്ധം ഈ പറഞ്ഞ രീതിയിലാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും, ജനങ്ങളെ ഇഷ്ടം കിട്ടും, എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും ഇഷ്ടം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.